നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर के नाम की महिमा हो जाए। फिर एक बार इस शाम की समय वचन के साथ आपके बीच में जुड़ने के लिए परमेश्वर ने हमें मौका दिया, इसलिए मैं परमेश्वर को धन्यवाद करता हूँ। കഴിഞ്ഞ രാത്രിയിൽ നാം ദൈവവചനം പഠിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് വീണ്ടും ആ വചനം തന്നെ ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. पिछले रात को हमने वचन से मनन किया, उस विषय के संबंध में ही आज रात को भी हम मनन करेंगे। IPC ഹെബ്രോൺ ഗാന്ധിധാമിലുള്ള ദൈവമക്കളും മറ്റ് ഈ ലൈനിൽ അഥവാ സൂമിൽ എന്നെ ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. IPC हेब्रोन कलीसिया के सारे सदस्यों को और खास करके और जो अन्य लोग इस माध्यम के द्वारा जुड़े हैं सबको मैं परमेश्वर यीशु मसीह के नाम पे मेरा प्रेम का वंदन देता हूँ। ഇങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ ശുശ്രൂഷിപ്പാൻ സാവകാശമൊരുക്കിയ സഭയ്ക്കും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുരേഷിനും കുടുംബത്തിനും അത് എന്റെ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. और इस प्रकार आपके बीच में वचन की सेवकाई करने के लिए मौका दिया हुआ परमेश्वर को और खास करके पासबान पास्टर सुरेश और परिवार को और सबको मैं धन्यवाद देता हूँ। ഏതാണ്ട് 10-35 വർഷങ്ങൾക്ക് ശേഷമാണ് പാസ്റ്റർ സുരേഷുമായിട്ടുള്ള കൂട്ടായ്മ അത് ഇത് മൂന്നാം പ്രാവശ്യമാണ് എനിക്ക് ലഭിക്കുന്നത്. और करीबन 30-35 साल के बाद तीसरी बार इस प्रकार का एक मौका खास करके पास्टर सुरेश के साथ इस प्रकार जुड़ने के लिए एक आत्मिक सभा में मिलकर परमेश्वर के धन्यवाद करने के लिए एक मौका मिला है। അവിടെ നടക്കുന്നതായ ഉപവാസ പ്രാർത്ഥനയിൽ 2 ദിവസം ദൈവനെ ശുശ്രൂഷിപ്പാനുള്ള സാവകാശം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. आपके वहां चलने वाले उपवास की प्रार्थना के सभाओं में 2 बार परमेश्वर के वचन की सेवका करने के लिए दिया हुआ मौका के प्रति मैं परमेश्वर को धन्यवाद करता हूँ। കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ഉപവാസം ദൈവപ്രസാദമായിരിക്കണമെങ്കിൽ നാം എന്ത് ഒക്കെ ചെയ്യണമെന്നുള്ള വിഷയത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. इसलिए रात को हमारे उपवास की प्रार्थना परमेश्वर के योग्य और प्रसन्न के कारण ठहरने के लिए क्या क्या हमें करना है करके उन बातों को बारे में मैंने याद दिलाया था। അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മീറ്റിംഗുകൾ ആയതുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ രാത്രിയിൽ ദൈവനെ ശുശ്രൂഷിച്ചത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായ തീമത്തിയോസിന് ലേഖനം എഴുതിയ ആ ലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നല്ലോ ആ ദൈവനെ ശുശ്രൂഷിച്ചത്. और प्रेरित पौलुस अपने निज पुत्र तीमुथियुस को पत्री लिखा हुआ उस पत्रियों में से हमने कुछ वचनों को लेकर आधार करते हुए परमेश्वर के वचन को हमने ध्यान किया. ഇന്നലെ ലൈനിൽ വരാതിരുന്ന ആരെങ്കിലും ഒക്കെ ഇന്ന് ലൈനിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിക്കുവാൻ തക്കോണം കർത്താവിൽ ആഗ്രഹിക്കുന്നു. कल नहीं जुड़े ऐसे लोग आज शाम के समय इस माध्यम के द्वारा जुड़ रहे होंगे, इसलिए मैं उस भाग को फिर एक बार पढ़ना चाहता हूँ. തീമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. पहला तीमुथियुस 2रा अध्याय उसकी पहली वचन से लेकर 4थी वचन तक हम विचार कर रहे थे. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. अब मैं सबसे पहले यह उपदेश देता हूं कि विनती और प्रार्थना और निवेदन और धन्यवाद सब मनुष्यों के लिए किए जाए, राजाओं और सब ऊंचे पद वालों के निमित्त, इसलिए कि हम विश्राम और चैन के साथ सारी भक्ति और गंभीरता से जीवन बिताए. यह हमारे उद्धारकर्ता परमेश्वर को अच्छा लगता है और भाता भी है. वह यह चाहता है कि सब मनुष्यों को का उद्धार हो और वे सत्य को भली भांति पहचान ले. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഈ രാത്രിയിൽ ദൈവജനവുമായിട്ട് നിന്റെ ജനത്തിന്റെ മധ്യത്തിലായിരിക്കാൻ ഇവിടെ സാവകാശം ഒരുക്കിയല്ലോ. ഈ സൂം ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഇവിടുത്തെ തൃപ്പാദപിടുത്തങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. ആ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും പാസ്റ്ററെയും കുടുംബത്തെയും തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു.
സ്വർഗത്തിലെ കൃപയും അനുഗ്രഹങ്ങളും അവരുടെ മേലുള്ള ചൊരിയുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായി വിവിധ വിഷയങ്ങളുമായി ദൈവത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജനത്തിന്റെ കർത്താവെ ഏതെല്ലാം ആവശ്യമായിരുന്നാലും അതിന്മേൽ അവിടുത്തെ കരം നീട്ടി അത്ഭുതം പ്രവർത്തിച്ച ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന ഞങ്ങൾക്ക് വിടുതലായി തീർന്നു എന്ന് പറയത്തക്കതുപോലെ ദൈവപ്രവൃത്തി ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുവാൻ അവിടെ ഇടയാക്കണമേ. രോഗികളായോ പ്രയാസം അനുഭവിക്കുന്നവരായോ വിവിധ വിഷയങ്ങൾ ഭാരപ്പെടുന്നവരായോ ഇരിക്കുന്നവരുടെ വിഷയങ്ങളിൽ മേൽ നിന്റെ അദൃശ്യമാർന്ന കരമോട് നീട്ടി അത്ഭുതത്തെ പ്രവർത്തിക്കുമാറാകണമേ. ഇന്ന് രാത്രി അടിയിൽ കൂടെ സംസാരിക്കണമേ. അത് ദൈവജനത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവനാമ മഹത്വത്തിന് സകലവുമാക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന് മഹത്വം. നാം തുടർന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ച വചനം തന്നെ ചിന്തിക്കുകയാണ്. പൗലോസ് തീമത്തിയോസിന് അതേ ലേഖനം എഴുതുമ്പോൾ പ്രബോധനമായിട്ട് ഓർപ്പിക്കുന്ന വിഷയമാണല്ലോ നാം ചിന്തിച്ചത്. और हम पिछले दिनों में जो विषयों के बारे में विचार किया उसी विषय के साथ हम आज भी मनन करेंगे. प्रेरित पौलुस तीमुथियुस को लिखे हुए उस प्रार्थना के अनुरोध के विषय के बारे में हमने विचार किया है. അപ്പോൾ ആ പ്രബോധനത്തിൽ ഓർപ്പിക്കുന്ന അതേ ഒരു പ്രത്യേക വിഷയമാണ് സകല മനുഷ്യർക്കും വേണ്ടി നാം യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്നുള്ളത്. और उस अनुरोध में इस प्रकार याद दिलाता है कि हम हर मनुष्य के लिए विनती, प्रार्थना, निवेदन और धन्यवाद करना चाहिए. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അതേ ധൂപവർഗമായി ദൈവത്തിലേക്ക് ഉയർന്നായിരുന്നു. और मैंने पिछले रात को याद दिलाया कि पुराने नियम के पवित्र जनों की प्रार्थना इस प्रकार धूप के समान ऊपर की ओर चलती थी. അതേ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നാം ഓർപ്പിച്ചത്. ആ ധൂപവർഗം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നറുംപശ, ഗുൽഗുലു, ഹൽബാന പശ, നിർമ്മല സാമ്പ്രാണി ഇവ നാലും കൂടെ ചേർത്തായിരുന്നു ധൂമ്രവർഗം ഉണ്ടാക്കി സമാഗമന കൂടാരത്തില് യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നത്. और हमने उस धूप के बारे में कल रात को मनन किया था कि उसमें बोल, नखी और कुंदरू और सुगंध द्रव्य, निर्मल लोबान समेत इस प्रकार की सामग्री को उपयोग करते हुए उस मिलाप वाले तंबू में बलिदान चढ़ाते थे. അങ്ങനെ ദൈവത്തിലേക്ക് ധൂമ്രം ആയി ആ ധൂപവർഗങ്ങൾ അതേ ദൈവത്തിലേക്ക് ഉയരുമ്പോൾ അതിൽ 4 കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ വിശുദ്ധന്മാരായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയില് യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ഉൾക്കൊണ്ടിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. और पुराने नियम के उस बलि में अगर 4 प्रकार की सामग्री उस बलिदान में उपयोग किया जाता है तो नए नियम के विश्वासी जो हम हैं हमारे प्रार्थना में इस प्रकार 4 प्रकार की बातें होना चाहिए करके मैंने आपको याद दिलाया था. കഴിഞ്ഞ രാത്രിയിൽ ആ യാചനയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും പക്ഷപാതത്തെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചത്. पिछले रात को हमने विनती, प्रार्थना और निवेदन के बारे में विचार किया था. അതിന്റെ അവസാന ഭാഗമാണ് നാം സ്തോത്രത്തോടെ വേണം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് അഴിക്കുവാന്. और उसका आखिरी भाग यह है कि हम धन्यवाद के साथ परमेश्वर से प्रार्थना करना है. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രങ്ങൾ കരയേറ്റേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. अर्थात हमारे प्रार्थनाओं में हम परमेश्वर को धन्यवाद चढ़ाए और स्तुति के साथ प्रार्थना करना जरूरी है. ദൈവം ചെയ്ത സകല നന്മകളെയും അത് ഒരിക്കലും മറക്കാതെ ദൈവത്തിന് നന്ദി കരയേറ്റണം. परमेश्वर ने किए हुए सारे भलाइयों को कभी भूले बगैर उसको हम धन्यवाद करना है, उसकी महिमा चढ़ाना है. അതെ ഈ പാൻഡമിക് സിറ്റുവേഷനില് പകർച്ചവ്യാധിയുടെ മധ്യത്തില് ദൈവം നമ്മെ അത്ഭുതകരമായി ഇത്രത്തോളം നടത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോട് നാം ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കർപ്പിക്കണം. इस महामारी के बीच में, इस प्रतिकूल अवस्था के बीच में परमेश्वर ने इतने अचंभित रूप से हमें संभाला है, हमें सुरक्षित रखा है. उस बातों को याद कर हम परमेश्वर को धन्यवाद चढ़ाना है, स्तुति करना है. നാം ആരാധിക്കുന്ന ദൈവം സ്തുതികൾക്ക് യോഗ്യനാകുന്നു. എല്ലാ മഹിമയ്ക്കും മഹത്വത്തിനും ബഹുമാനത്തിനും യോഗ്യനായവനാണ്. हम आराधना करने वाला उस परमेश्वर सारे स्तुति आराधना के लिए योग्य है, सारे आदर महिमा और गौरव के योग्य परमेश्वर है.
അവൻ എല്ലാ മഹിമയ്ക്കും മഹത്വത്തിനും ബഹുമാനത്തിനും യോഗ്യമാകുവാൻ കാരണം അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു. और वो प्रभुओं का प्रभु और राजाओं का राजा होने के कारण सारे आदर महिमा और गौरव के योग्य ठहरता है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജയം പ്രാപിക്കണമെങ്കിൽ നാം സ്തുതി സ്തോത്രങ്ങളാകുന്ന യാഗങ്ങൾ ദൈവത്തിലേക്ക് അർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. और इसलिए हमारे जिंदगी में विजेता रहना है तो स्तुति और धन्यवाद की उस बलिदान को चढ़ाना जरूरी है. ആ എരിഹോ കോട്ടയെ കുറിച്ച് നമുക്ക് അറിവുള്ളതാകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാന ദിവസം അതേ കാഹളം മൂതി ആർപ്പിട്ടപ്പോ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ മുൻപിൽ നിന്നായ വലിയ മതില് അവർക്ക് ഇടിഞ്ഞു വീഴുവാനിടയായി തീർന്നു. और उस यरीहो के उस बड़ी फाटक के बारे में हम जानते हैं कि जब प्रजा ने इस प्रकार उसके चारों ओर रहकर स्तुति और धन्यवाद करते हुए तुरही फूका, तब उस उनके सामने रहने वाली उस बड़ी दीवार टूटकर नीचे गिरते हुए हम देखते हैं. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് ഭയാനകമായി നിൽക്കുന്ന ഏത് മതിലുകളാകട്ടെ, രോഗങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, വൈഷമ്യങ്ങളാകട്ടെ, അതിന്മേൽ ജയം വരിക്കുവാൻ തക്കവണ്ണം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചോ ദൈവത്തെ മഹത്വപ്പെടുത്തണം. और इस कारण आपके सामने रहने वाले कोई भी दीवार क्यों ना हो, समस्याएं, तकलीफ, प्रतिकूल अवस्थाएं क्यों नहीं हो, और उसके बीच में भी आप परमेश्वर की महिमा और स्तुति धन्यवाद करते हैं तो आप छुटकारा जरूर प्राप्त करेंगे. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, പൗലോസിനെയും ശീലാസിനെയും അവർ കാരാഗൃഹത്തിലാക്കി. प्रेरितों के काम में हम देखते हैं पौलुस को और सीलास को उन्होंने बंदी गृह में डाल दिया. അവർ ജയിലിൽ കിടക്കുമ്പോൾ അവർ ദൈവത്തെ പാടി ആരാധിപ്പാൻ തുടങ്ങി. बंदी गृह में जब वे पड़े थे वे परमेश्वर की स्तुति और आराधना करने लगे. അവര് ദൈവത്തിനെ സ്തുതിപ്പാൻ തുടങ്ങിയപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലങ്ങി അവരുടെ ചങ്ങലകളെല്ലാം അഴിഞ്ഞുപോയി. और जब वे परमेश्वर की स्तुति और आराधना करने लगे तो उस बंदी गृह के नेव हिलने लगी और उनके जंजीरें खुल गई. അപ്പോൾ നമ്മുടെ ജീവിതത്തില് വരുന്ന എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും നാം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അതേ നമ്മൾക്കെതിരായി വരുന്നതായ എല്ലാറ്റിന്റെയും അടിസ്ഥാനങ്ങൾ ഇളകുവാനും നമ്മുടെ മേലുള്ളതായ ചങ്ങലകൾ പൊട്ടിപ്പോകുവാനും ഇടയായിത്തീരും. और इस प्रकार जब हम परमेश्वर की स्तुति और महिमा करते हैं तो हमारे विरुद्ध रहने वाले सारे उस बंदी गृह की अवस्था की नेव हिलेगी और जो जंजीरों की अवस्था है वो सब खुल जाएगी. നാം സ്തുതിക്കുന്തോറും നമ്മുടെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. और हम जितना ज्यादा महिमा और स्तुति करते हैं उतना ही ज्यादा हमारे बंधन खुल जाएंगे. അത് എത്ര വലിയ ബന്ധനങ്ങളായിരുന്നാലും ശരി, അതേ മരണക്കെട്ടുകളായിരുന്നാലും ശരി, മന്ത്രവാദ കെട്ടുകളായിരുന്നാലും ശരി, അത് തകർന്ന് തരിപ്പണമായി തീരും. वो कितना भी बड़ा और सामर्थी जंजीरें क्यों ना हो, कितना भी बड़ा सामर्थी बंधन क्यों ना हो, मगर वो सारे भले हो जादू टोना के सामर्थ हो या उसके बंधन हो, उस सब सारे बंधन और जंजीरें खुल जाएगी. അതായത് 34 സങ്കീർത്തനം 1 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. 34 भजन संहिता उसका पहले वचन में पढ़ते हैं, मैं हर समय यहोवा का धन्यवाद करूंगा, उसकी स्तुति निरंतर मेरे मुंह से होती रहेगी. തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് പറയാണ്, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. गलाती 5वें अध्याय उसके 18वें वचन में इस प्रकार लिखा है कि हर बात के लिए परमेश्वर की धन्यवाद करो, ये परमेश्वर के लिए आपके प्रति इच्छा है. അതെ, അവസാന സങ്കീർത്തനം 150-ാം സങ്കീർത്തനത്തിന്റെ 6 വാക്യങ്ങൾ നാം ചിന്തിച്ചാൽ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് എല്ലാ വാക്യത്തിലും യഹോവയെ സ്തുതിപ്പീൻ എന്ന പദപ്രയോഗം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. आखिरी भजन संहिता 150 भजन संहिता के हर एक वचनों में हम देखते हैं यहाँ की स्तुति करो और उसकी स्तुति करो. അപ്പോൾ പഴയ നിയമത്തിൽ ആ ധൂപ അവർഗം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് അവസാനമായി ആ കുന്തുരുക്കത്തോടുകൂടെ അതെ ആ സുഗന്ധവർഗം ദൈവത്തിൽ അർപ്പിച്ചു. और जब पुराने नियम में जब धूप अर्पण किया था तो उसके अंदर उस सुगंध द्रव्य को उन्होंने अर्पण किया था.
ആ കുന്തിരുക്കത്തിന് തുല്യമാണ് നമ്മുടെ സ്തോത്ര സ്തുതികൾ. അത് ദൈവത്തിന് സൗരഭ്യമായി അതേ ആയിത്തീരുവാൻ തക്കവണ്ണം വേണ്ടിയായിത്തീരും. और वो सुगंध द्रव्य जो है उसके समान हमारे स्तुति और धन्यवाद को दर्शाता है, और वो परमेश्वर के लिए वो भली भांति सुगंध द्रव्य के समान काम करता है. അത് ഇന്ന് വായിച്ചതായ അഥവാ നമ്മുടെ കുറിവാക്യത്തിന്റെ അവസാന വാക്യത്തിൽ അതേ 4-ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്ന അവൻ സകല മനുഷ്യന് രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. आज हमने पढ़ा हुआ 1 तीमुथियुस 2 अध्याय उसकी 4 वचन हम इस प्रकार पढ़ते हैं, वह यह चाहता है कि सब मनुष्यों का उद्धार हो और वे सत्य को भली भांति पहचान ले. അപ്പോൾ നമ്മുടെ ആ ജീവിതത്തിൽ പരിജ്ഞാനം പ്രാപിക്കുക അഥവാ നമ്മുടെ ചിന്തയിൽ ജയം വരിക്കുവാൻ കഴിയുന്നത് എപ്രകാരമാണ്? और इस प्रकार हमारे विचारों में हम किस प्रकार विजय हो सकते हैं, हम किस प्रकार ज्ञानी हो सकते हैं. കർത്താവായ യേശു ക്രിസ്തുവിനെ ആകെ നാം ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ അതേ ഗോൽഗോഥായിൽ കൊണ്ടുപോയി തലയോടിടമെന്ന പേരുള്ളതായ സ്ഥലത്ത് ആ ക്രൂശിച്ചു എന്ന് കാണുവാൻ കഴിയും. और हम यीशु मसीह के बारे में पढ़ते हैं तो हम समझ सकते हैं कि उस खोपड़ी नामक उस जगह गोलगोथा के उस जगह पर जाकर यीशु मसीह को उन्होंने सलीब पर चढ़ाया. അതെ, ഗോൽഗോഥ എന്നാൽ യേശു ജീവൻ നൽകിയ സ്ഥലമാണ്. और ये गोलगोथा जो नामक जगह पर यीशु ने अपने जान को अर्पण किया हुआ उस जगह है. എബ്രായ ഭാഷയിലാണ് ഗോൽഗോഥ എന്ന് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിലാണ് തലയോടിടം എന്നർത്ഥം. ലത്തീൻ ഭാഷയിൽ കാൽവറി എന്നർത്ഥം. और इब्रानी भाषा में जो है वो गोलगोथा है, और ग्रीक भाषा में उसे उस खोपड़ी का जगह करके कहते हैं, और लैटिन भाषा में उसे कलवरी करके कहते हैं. അപ്പോൾ ആ ഗോൽഗോഥ അഥവാ തലയോടിടം എന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ അതേ ദൈവത്തിന്റെ ജീവൻ നമുക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ക്രൂശിക്കപ്പെട്ടു. और उस गोलगोथा नामक जो जगह है जिसका अर्थ है कि खोपड़ी, उस जगह पर परमेश्वर ने हमें बचाने के लिए अपने जान को उधर कुर्बान कर दिया. നമ്മുടെ തലയിൽ നിന്നാണ് ചിന്തകളും വിചാരങ്ങളും ആലോചനകളും ഉണ്ടാകുന്നത്. हमारे सिर से, हमारे खोपड़ी के अंदर से इस प्रकार विचार और इस प्रकार सोचने की क्षमता और अन्य बातें इस प्रकार उत्पन्न होती है. പാപം ഉത്ഭവിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നും ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. है कि पाप भी हमारे विचारों के द्वारा उत्पन्न होती है. അതിന്റെ ഫലമായി അത് ഹൃദയത്തിന്റെ നിരൂപണങ്ങളിൽ അത് ഉണ്ടാകുന്ന വിഷയമാണ്. फलस्वरूप वो हमारे हृदयों के दर्शन के द्वारा, हृदय की नजरों के द्वारा वो उत्पन्न होती है. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് യഹോവ അനുതപിച്ചു. और उत्पत्ति की किताब 6वीं अध्याय उसकी 5वीं और 6वीं वचन में हम इस प्रकार पढ़ते हैं, और यहोवा ने देखा कि मनुष्यों की बुराई पृथ्वी पर बढ़ गई है, और उनके मन के विचार में जो कुछ उत्पन्न होता है तो निरंतर बुरा ही होता है. और यहोवा पृथ्वी पर मनुष्य को बनाने से पछताया और वह मन में अति खेदित हुआ. അപ്പോൾ മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ളതായി തീർന്നു എന്ന് യഹോവയായ ദൈവം കാണുകയാണ്. और परमेश्वर देखता है कि मनुष्य के जो विचार है वो बुराई से बढ़ गया है, भर गया है करके परमेश्वर देखता है. ഇപ്പോൾ ഒരു മനുഷ്യൻ തന്റെ ചിന്തയിൽ ക്രിസ്തുവിനെ അനുസരിക്കാതിരുന്നാൽ അവന്റെ ചിന്തയിൽ വിശുദ്ധിയും ജയവും പ്രാപിപ്പാൻ സാധിക്കുന്നില്ല. और अगर एक मनुष्य अपने विचारों में अगर परमेश्वर को ध्यान नहीं करता है तो उसका जिंदगी में वो पवित्रताई को और निष्कलंकता को वो संभाल नहीं सक रहा है. അപ്പോൾ നമ്മുടെ ചിന്തയിൽ ക്രിസ്തുവിനെ അനുസരിക്കാതിരുന്നാൽ നമ്മുടെ ഓട്ടത്തെ ജയത്തോടെ അവസാനിപ്പിക്കുവാൻ സാധിക്കില്ല. हमारे विचारों में अगर परमेश्वर के आज्ञाओं को हम नहीं मानते हैं तो हमारे दौड़ में हम विश्वासियों के ठहर नहीं सकते हैं. പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം
4-5 വാക്യങ്ങൾ വരുമ്പോൾ പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ അതേ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ദൈവത്തിന് സ്തോത്രം. की पत्री 10वीं अध्याय उसकी 4वीं और 5वीं वचन में इस प्रकार हम पढ़ते हैं, क्योंकि हमारी लड़ाई के हथियार शारीरिक नहीं पर गढ़ों को डाल देने के लिए परमेश्वर के द्वारा सामर्थी है। सो हम कल्पनाओं को और हर एक ऊंची बात को जो परमेश्वर की पहचान के विरुद्ध में उठती है खंडन करते हैं और हर एक भावना को कैद करके मसीह के आज्ञाकारी बना देते हैं। അപ്പോൾ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതേ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിക്കണം. और हमारी लड़ाई के हथियार जो है वो शारीरिक नहीं है मगर पवित्र आत्मा की सामर्थ है, और परमेश्वर की पहचान के विरुद्ध उठने वाले सारे उस बातों को कल्पनाओं को हम खंडन करना है इस पवित्र आत्मा की सामर्थ के द्वारा। നാം നമ്മുടെ ചിന്തയിൽ വ്യർത്ഥരായി തീരുന്ന സന്ദർഭങ്ങളുണ്ട്. अब हमारे विचारों में इस प्रकार व्यर्थ हो जाने वाले संदर्भ है। ചിലർ ചെറിയ കാര്യം പോലും വലിയ കാര്യങ്ങളായി കരുതി തളർന്നു പോകാറുണ്ട്. कुछ लोग इस प्रकार छोटे बातों के सामने भी उस समस्या को एकदम बड़ा होकर देखते हुए उनके सामने हो जाते हैं, निराश हो जाते हैं। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതേ നമ്മുടെ ചിന്തകൾ സാത്താന്റെ അടുക്കൽ നിന്ന് വരുന്ന ചിന്തകളാകാൻ പാടില്ല. और तब हमारे विचारों जो है वो दुश्मन शैतान की ओर से नहीं होना चाहिए। എന്നാൽ ദൈവത്തിന്റെ ചിന്ത എപ്പോഴും നന്മ നൽകത്തക്കതും അത് വളരെ വിശുദ്ധിയുള്ളതും അനുഗ്രഹമുള്ളതുമായിരിക്കും. परमेश्वर की ओर से जो विचारे हैं वो भलाई से संपूर्ण और इस प्रकार आशीषदायक और इस प्रकार औरों के लिए वो और इस प्रकार सामर्थ्य देने वाली होती है। അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ ആ ദൈവിക പരിജ്ഞാനം കൊണ്ട് നമുക്ക് നിറയുവാനായിട്ട് കഴിയുകയുള്ളൂ. परमेश्वर की उस विचार जब हमारे अंदर आएगी तभी हम उस ईश्वरीय ज्ञान से हम भरे जाएंगे। അപ്പോൾ നാം അതേ യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 61-ാം അധ്യായം 3-ാം വാക്യത്തിൽ അതേ പ്രവാചകനായ യെശയ്യാ ഓർപ്പിക്കുകയാണ്, കർത്താവിനെ കുറിച്ച് പറയുന്ന വിഷയമാണ്. ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. और यशायाह नबी की पुस्तक 61वीं अध्याय उसकी 3री वचन में हम पढ़ते हैं, मसीह के बारे में लिखा है, और सियोन के विलाप करने वालों के सिर पर की राख दूर करके सुंदर पगड़ी बांध दो, कि उनका विलाप दूर करके हर्ष का तेल लगाओ और उनकी उदासी हटाकर यश का ओढ़ना उड़ाओ, जिससे वे धर्म के 5 वर्ष और यहोवा के लगाए हुए कहलाए और जिससे उसकी महिमा प्रकट हो। അവിടെ വിഷണ്ണ മനസ്സെന്ന ഒരു പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും. और इस प्रकार वहां लिखा है कि विलाप करने वाले मन, സ്പിരിറ്റ് ഓഫ് ഫെയിന്റിങ്, ചിന്തിച്ച് താഴ്ന്ന മനോഭാവത്തിന് സ്ഥാനം നൽകുന്നു, അതേ അവസ്ഥയാണത്. और इस प्रकार देखिए विचार करते करते उदासी होकर इस प्रकार नीचे रहने वाले या उदास रहने वाली अवस्था, സന്തോഷമില്ലാതെ ജീവശവം പോലെ ജീവിച്ച് തങ്ങളെ മറ്റൊരുവരിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ, आनंद को खो जाते हुए बिना हर बार इस प्रकार मायूसी छाया हुआ एकदम एक जीवित शव के अनुसार जीने की एक अवस्था। ആലയത്തിൽ വരുവാൻ ആഗ്രഹമില്ല, വേദപുസ്തകം വായിക്കുവാൻ ആഗ്രഹമില്ല, 4 പേരുമായി സന്തോഷത്തോടെ സ്തുതിച്ച് ആനന്ദിപ്പാൻ ആഗ്രഹമില്ല. കാരണം അവരുടെ ചിന്താമണ്ഡലത്തിലുള്ള വിഷണ്ണ മനസ്സു തന്നെ. परमेश्वर के भवन में आने की इच्छा नहीं है, आराधना करने की इच्छा नहीं है, 4 लोगों से मिलजुल कर बात करने की इच्छा नहीं है, क्योंकि उनके मनों में और उनके विचारों में इस प्रकार की निराश की मन की भावना है,
विनाश की बातें हैं। ആ ജീവിതം പല രീതിയിലാണെന്ന് കാണുവാൻ കഴിയും. हम देखते हैं कि जिंदगी अनेक प्रकार की है। അത് ചിലർക്ക് ചിന്തയിലാണ് അവരുടെ ജീവിതം നയിക്കുന്നത്. कुछ लोग अपने विचारों के द्वारा चिंतित होकर अपने जिंदगी को आगे बढ़ाते हैं। ദൈവവചനത്തിൽ കൂടെ ജീവൻ നയിക്കുന്ന ആളുകളുണ്ട്. परमेश्वर के वचन के अनुसार जिंदगी को बिताने वाले हैं। അതേ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ കൂടെ ജീവിതം നടത്തുന്ന ആളുകളുണ്ട്. हम अपने जिंदगी के क्रिया और क्रियाशीलों के द्वारा परमेश्वर की महिमा करने वाले लोग हैं। എന്നാൽ നമ്മുടെ ചിന്തകൾ മികച്ചതും ശ്രേഷ്ഠവും വിശുദ്ധവുമായിരുന്നാൽ നമ്മുടെ ജീവിതം ഫലഭൂഷ്ടമായി തീരും. हमारे विचार जो है वो अगर पवित्र होगा और इस प्रकार परमेश्वर पर केंद्रित होगा तो हमारा जिंदगी जो है वो फलवंत होगा और आशीषदायक होगा। അപ്പോൾ ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ് 6-ാം അധ്യായം എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും നാം കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. एफेसियों की पत्री 6वीं अध्याय उसकी 17वीं वचन में प्रेरित पौलुस इस प्रकार कहता है, और उद्धार का टोप और आत्मा की तलवार जो परमेश्वर का वचन है ले लो। അപ്പോൾ നാം തലയോടിനമായ ഗോൽഗോഥായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചിന്തകൾ സുരക്ഷിതമായിരിക്കേണ്ടത് ആവശ്യമാണ്. और अभी देखिए हमारे विचार जो उस खोपड़ी नामक गोलगोथा जगह से बाहर आना जरूरी है। ഒരു യുദ്ധമായിരുന്നാലും അതെ നാം വാഹനത്തിൽ യാത്ര പ്രത്യേക മോട്ടോർ ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ അതേ ഹെൽമറ്റ് ധരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. और जब एक युद्ध में हो या फिर गाड़ी चलाते समय मोटर बाइक या स्कूटर चलाते समय चलाने वाले हेलमेट पहनकर इस प्रकार गाड़ी चलाते हैं। അത് ധരിക്കാതിരുന്നാൽ ആ ശിരസ്ത്രമായി ധരിക്കാതിരുന്നാൽ തലയിൽ ക്ഷതമേറ്റ് മരണം സംഭവിക്കാൻ ഇടയുണ്ട്. और वो सिर का टोप जो है हेलमेट अगर नहीं पहनेगा तो दुर्घटना में अकस्मात में फंसकर सिर में चोट लगने की संभावना है। ഗോലിയാത്തിന്റെയും ദാവീദിന്റെയും താഴെ കഥ നമുക്കറിയാമല്ലോ. അവൻ ഹെൽമെറ്റ് ഒക്കെ ധരിച്ചിരുന്നെങ്കിലും അവന്റെ നെറ്റിക്ക് അത് കവചമില്ലാതിരുന്നത് കൊണ്ട് ഒരു കല്ലുകൊണ്ട് അവൻ നിലത്ത് വീഴുവാനിടയായി. और दावीद और उस गोलियात के कहानी के बारे में हम जानते हैं कि वो हेलमेट पहनने इस प्रकार टोप और हेलमेट पहनने के बावजूद उसके सिर के उस माथे पे जब पत्थर लगा तब वो गिर गया। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ അതേ തലയാണ്. അവിടെ നിന്നാണ് നമ്മുടെ ചിന്തകളും അതേ ആലോചനകളും ഒക്കെ ഉണ്ടാകുന്നത്. इस कारण हमारे जिंदगी में हमारे सिर को बहुत हमें संभालना है, क्योंकि उसके अंदर से खोपड़ी के अंदर से हमारे विचार और इस प्रकार की बातें उत्पन्न होती है। അപ്പോൾ വിശുദ്ധിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല ഉന്നത ഭാവത്തെയും ചിന്തയെയും നാം ആണി അടിക്കുവാനായി പഠിക്കേണ്ടത് ആവശ്യമാണ്. और हमें इस बात को सीखना है कि हमारे पवित्रताई के विरुद्ध उठने वाले हर एक भावनाओं को और गर्व की विचारों को हमें दबाना है, उसे रोकना है। നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഏതിനാൽ നിറയ്ക്കുന്നു? आप आपके हृदयों को किस वस्तुओं से भरते हो? ചിലര് അതേ TV കൊണ്ട്, ചിലർ ഇന്റർനെറ്റ് കൊണ്ട്, ചിലർ വൃഥാ സംഭാഷണങ്ങൾ കൊണ്ട്, ചിലർ സെൽഫോൺ കൊണ്ട്, അതേ ടെക്സ്റ്റ് മെസ്സേജ് കൊണ്ട്, ഇങ്ങനെയൊക്കെയാണ് അവിടെ അതേ ചിന്തയും ഹൃദയവും നിറയുന്നത്. और कुछ लोग इस प्रकार टीवी के बातों से, कुछ लोग सेलफोन की बातों से, कुछ लोग इंटरनेट और इस प्रकार की अन्य बातों से हृदयों को भरते हैं। അങ്ങനെ വേണ്ടാത്ത ചിന്തകൾ ഇന്റർനെറ്റിൽ പോയാൽ നല്ലതുകൊണ്ട് തീരുമായ വിഷയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. और जब हम इस बातों को लेकर इंटरनेट की ओर जाते हैं तो जरूरत की बातें हैं और बिन जरूरी बातें भी हम देखते हैं। അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും നാം പിടിച്ചടക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. और इसलिए हमारे चिंताएं और हमारे विचार जो है पवित्र होना चाहिए। परमेश्वर के विरुद्ध उठने वाले हर एक विचारों को हमें रोकना है, हमें उसमें से मुक्ति पाना है। ആ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: നല്ല മനുഷ്യൻ
തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. उसकी 6वीं अध्याय उसकी 45वीं वचन में हम इस प्रकार पढ़ते हैं, भला मनुष्य अपने मन के भले भंडार से भली बातें निकालता है और बुरा मनुष्य अपने मन के बुरे भंडार से बुरी बातें निकालता है, क्योंकि जो मन में भरा है वह उसकी मुंह पर आता है. അത് പലവിധമായ ചിന്തകളിൽ ഒന്ന് ആക്രമ ചിന്ത ഉണ്ട്. और अनेक प्रकार की जो चिंता है, विचारे हैं, उसमें सबसे पहले आक्रमण रूप के विचार भी है. അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ അതേ 66 സങ്കീർത്തനത്തിൽ അതേ ദാവീദ് പറയുകയാണ്, ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. और 67 भजन संहिता में दाऊद कहता है कि मैं अगर मेरे हृदय में पाप को रखा होता तो मेरा परमेश्वर मेरे प्रार्थनाओं को विनती को नहीं सुनता. അപ്പോൾ അകൃത്യം കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കയില്ല. अगर हम परमेश्वर से हमारे पापों को मन में रखते हुए प्रार्थना करेंगे तो वो हमारा प्रार्थना को नहीं सुनता है. അപ്പോൾ ഒന്നാമത് അക്രമ ചിന്താഗതി ഉണ്ടാകുന്ന ആ ചിന്തകൾ ഉണ്ടാകാം. सबसे पहले आक्रमण के समान आने वाली विचारें हो सकती हैं. മറ്റൊന്ന് വ്യർത്ഥമായ ചിന്തകൾ ഉണ്ടാകാം. दूसरा व्यर्थ विचारें आ सकती हैं. 119 സങ്കീർത്തനം അതിന്റെ 113 വാക്യത്തിൽ അതേ ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇരു മനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. 119 भजन संहिता उसकी 113 वचन में इस प्रकार हम पढ़ते हैं, मैं दूषितों से तो बैर रखता हूँ परंतु तेरी व्यवस्था से प्रीति रखता हूँ. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണം നമുക്ക് പ്രിയമായി അത് വ്യർത്ഥമായ ചിന്തകളൊക്കെ അകറ്റിക്കളയണം. इस प्रकार परमेश्वर की व्यवस्था से हमें प्रीति रखना है और व्यर्थ विचारों को, बेकार की विचारों को हमें हटाना है. അതെ 140 സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ വായിക്കുന്നു, അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു, അവർ ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നു. 140 भजन संहिता उसके दूसरे वचन में हम इस प्रकार पढ़ते हैं, क्योंकि उन्होंने मन में बुरा कल्पनाएं की है और वे लगातार लड़ाई मचाते हैं. അപ്പൊ മൂന്നാമത് ദുഷ്ടചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. तीसरी बात, हमारे हृदय के अंदर बुरी कल्पनाएं आ सकती है. ആ സദൃശവാക്യങ്ങളുടെ പുസ്തകം 14 അധ്യായം അതിന്റെ 17 വാക്യത്തിൽ മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുവായിയെ ദ്വേഷിക്കപ്പെടും. इस प्रकार नीति वचन 14वीं अध्याय उसकी 17वीं वचन में हम देखते हैं, जो झट क्रोध करे वह मूर्खता का काम भी करेगा और जो बुरी युक्तियां निकालता है उससे लोग भय रखते हैं. അപ്പൊ ദുഷ്ടചിന്തകൾ ജീവിതത്തിൽ വരുമ്പോൾ ഭോഷത്വം പ്രവർത്തിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. हम जानते हैं कि जब बुरी युक्तियां जिंदगी में आती हैं तब गलत बात कर जाते हैं. അതെ മറ്റൊന്ന് വ്യർത്ഥ നിരൂപണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. और उसके वजह से व्यर्थ युक्तियां और विचारें हमारे हृदय के अंदर उत्पन्न होती है. റോമാലേഖനം 1 അധ്യായം 21 വാക്യത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് വായിക്കുന്നു. रोमियों के पत्री 1 अध्याय उसके 21वें वचन में हम पढ़ते हैं, इस कारण की परमेश्वर को जानने पर भी उन्होंने परमेश्वर के योग्य बढ़ाई और धन्यवाद न किया, परंतु व्यर्थ विचार करने लगे, यहाँ तक कि उनकी निर्बुद्धि मन अंधेरा हो गया. അപ്പോൾ വിവിധ നിലയിലുള്ളതായ ആകാത്ത ചിന്തകൾ ഉണ്ടാകുമ്പോൾ ആ ചിന്തയിൽ ജയം വരിക്കുന്നതിന് ആവശ്യമായ 4 ദൈവിക രഹസ്യങ്ങൾ കൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ എന്റെ വചനശുശ്രൂഷ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. और इस प्रकार विभिन्न प्रकार के अनावश्यक विचारें जब हमारे मन में आता है तब उसके प्रति जीतने की परमेश्वर के उस 4 प्रकार की सामर्थ्यों के बारे में विचार करते हुए मैं मेरे प्रचार को बंद करना चाहूंगा. അപ്പോൾ ചിന്തകളെ ജയം വരിക്കേണ്ടതിന് ഒന്നാമതായി അതേ ചിന്തകളെ കാത്തുകൊള്ളുവാനായി നാം പ്രാർത്ഥിക്കണം. और विचारों व्यर्थ ना होए, अनावश्यक ना होए, इसलिए सबसे पहले हम
हमारे विचार सही होने के लिए हम प्रार्थना करना चाहिए। അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. और इसलिए फिलिपियों के पत्री 4 अध्याय 6 वचन और 7 वचन में प्रेरित पौलुस कहता है, किसी भी बात की चिंता मत करो, परंतु हर एक बात में तुम्हारे निवेदन प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सन्मुख उपस्थित किए जाएं। तब परमेश्वर की शांति जो समझ से बिल्कुल परे है तुम्हारे हृदय और तुम्हारे विचारों को मसीह यीशु में सुरक्षित रखेगी। അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ യാതൊന്നിനെ കുറിച്ചും വിഷമിക്കരുത്, നിങ്ങളുടെ വിഷമങ്ങൾ കർത്താവിന്റെ മേൽ വയ്ക്കുവീൻ. सबसे पहले किसी भी बात की चिंता मत करो, आपके विषय जो है वो परमेश्वर पर डाल दो। 1 പത്രോസ് 5:7 അത് പത്രോസ് ഓർപ്പിക്കുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. और पहला पत्रोस की पत्री 5वीं अध्याय उसकी 7वीं वचन में हमें प्रेरित पत्रोस याद दिलाता है, और अपनी सारी चिंता उस पर डाल दो क्योंकि उसको तुम्हारा ध्यान है। അപ്പോൾ 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും सम्मतिकइल्ला। भजन संहिता 55 उसके 22 में इस प्रकार हम पढ़ते हैं, अपना बोझ यहोवा पर डाल दे, वो तुझे संभालेगा, वो धर्मी को कभी टलने न देगा। അപ്പോൾ നമ്മുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊണ്ട് അത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും അതേ കഴിക്കത്രേ വേണ്ടത്. और हमारी बोझ को परमेश्वर के ऊपर डालते हुए हर एक बातों को हम इस प्रकार प्रार्थना और विनती और निवेदन के द्वारा धन्यवाद के साथ परमेश्वर के सम्मुख रखना है। അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് ആ ഒരു റഡാറിൽ വരുന്നത് പോലെ ദുഷ്ടചിന്തകൾ, ആക്രമ ചിന്തകൾ അതേ സാത്താൻ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ പിടിച്ചടക്കും. और जिस प्रकार रडार में बातें आती हैं उसी प्रकार हमारे मनों के अंदर, विचारों के अंदर इस प्रकार आक्रामक विचारें आती है, दुष्ट विचारें आती है, इन सारे शैतान ने उस विचारों को पवित्र आत्मा रोकती है। അത് നാമ കണ്ടിട്ടുണ്ട്, യുദ്ധ സമയങ്ങളില് ശത്രുക്കള് അതേ ആയുധങ്ങൾ അഥവാ ബോംബുകൾ ഒക്കെ വർഷിപ്പിക്കുമ്പോൾ അതേ റഡാറിൽ കൂടെ കണ്ടിട്ട് അതേ ആ മറ്റ് കാര്യങ്ങൾ ചെന്ന് അതിനെ പിടിച്ച് അടക്കിയത് ആ എയറിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ട്. हम जब जानते हैं कि इस प्रकार युद्ध और अन्य देशों के बीच में जब युद्ध होता है, या तब हम जानते हैं कि वहां से आने वाली बॉम्ब या एयरक्राफ्ट या जो भी बातें हैं, ये सारी बातें रडार के द्वारा वे लोग जांच लेते हैं, और उस रडार के माध्यम के द्वारा उनको मालूम पड़ जाता है कि दूसरे देश में क्या क्या बातें डाल रहा है। उन सारे बातों को रोकने की प्रयास इन लोग यहाँ से करते हैं। അപ്പോൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതായ ദുഷ്ടചിന്തകളും അക്രമ ചിന്തകളും വേണ്ടാത്തതായ ചിന്തകളും വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ കീഴടക്കി അതേ പരിശുദ്ധാത്മാവ് അതിനെ തടവിലാക്കുന്നതായ അനുഭവം ഉണ്ട്. और इस प्रकार हमारे मनों के अंदर इस प्रकार की दुष्ट चिंताएं, विचारें, आक्रमणिक इस प्रकार की विचार जब आती है, अब उस विचारों को शैतान की तरफ से आते समय उस विचारों को पवित्र आत्मा की सामर्थ्य के द्वारा रोककर हमें इस प्रकार ईश्वरीय ज्ञान और विचारों से परमेश्वर की आत्मा बढ़ती है। അപ്പോൾ ആ റോമാലേഖനത്തിൽ 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുകയാണ്, ഔവണ്ണം തന്നെ ആത്മാവും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയുന്നില്ലല്ലോ, ആത്മാവ് അതേ തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. इसलिए रोमियों की पत्री 8वीं अध्याय उसके 26वें वचन में हम पढ़ते हैं, इसी रीति से आत्मा भी हमारी दुर्बलता में सहायता करता है, क्योंकि हम नहीं जानते कि प्रार्थना किस रीति से करना चाहिए, परंतु आत्मा आप ही ऐसी आहें भर भर कर जो बयान से बाहर है
हमारे लिए विनती करता है। ആ യൂദായുടെ ലേഖനം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. यहूदा की पत्री पहला अध्याय उसके 20 और 21 वचन हम इस प्रकार पढ़ते हैं, पर हे प्रियो, तुम अपने अति पवित्र विश्वास में अपनी उन्नति करते हुए और पवित्र आत्मा में प्रार्थना करते हुए अपने आप को परमेश्वर के प्रेम में बनाए रखो और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखते रहो. രണ്ടാമതായിട്ട് നമുക്ക് ഈ ചിന്തകൾമേൽ അതേ ആ ജയം വരിക്കുവാൻ ദൈവവചന ധ്യാനവും സ്തുതിയും ആവശ്യമാണ്. और दूसरा विषय यह है कि इस प्रकार की गलत विचारों से विचेता होने के लिए परमेश्वर के वचन से सीखना और मनन करना जरूरी है. 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അതേ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. और 119 वचन संहिता उसकी 11वीं वचन में इस प्रकार पढ़ते हैं, मैंने तेरे वचन को अपने हृदय में रख छोड़ा है कि तेरे विरुद्ध पाप ना करो. അപ്പോൾ നാം പാപം ചെയ്യാതിരിക്കാൻ ദൈവവചനം സംഗ്രഹിക്കണം. और इस कारण परमेश्वर के विरुद्ध पाप नहीं करने के लिए हमारे हृदयों में वचन रख छोड़ना जरूरी है. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അതേ ബെരോവയിലുള്ള വിശുദ്ധന്മാർ അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. प्रेरितों का काम 70वीं अध्याय उसके 11वीं वचन में हम पढ़ते हैं, ये लोग तो थिस्सलुनीक के यहूदियों से भले थे और उन्होंने बड़ी लालसा से वचन ग्रहण किया और प्रतिदिन पवित्र शास्त्रों में ढूंढते रहा कि ये बात यूं है ये कि नहीं. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവവചനവും ആ ക്രിസ്തുവും വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. इस प्रकार हमारे मनों में परमेश्वर का वचन और मसीह बने रहना बहुत जरूरी है. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായ വിഷയമാണ്. कोलोसियों के पत्री में हम पढ़ते हैं कि यीशु मसीह हमारे अंदर निवास करता है, वो बहुत महत्व और मुख्य बात है. അതേ നമ്മുടെ അതേ ഹൃദയത്തിൽ സ്തുതിയുടെ ശബ്ദം നിമിത്തം നമ്മുടെ ഹൃദയം നിറയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. हमारे होठों के द्वारा स्तुति की उस बातों के द्वारा हमारे हृदय भर जाना चाहिए और वो बहुत मुख्य बात है. ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ, യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ. यहोवा भक्त जनों उसकी स्तुति करो, याकूब के संतानों उसकी महिमा करो. നിങ്ങളുടെ ഹൃദയം രൂപാന്തരപ്പെടട്ടെ, നിങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും കർത്താവിനായി ഏൽപ്പിക്കുവീൻ. आपके हृदय जो है वो रूपांतर हो जाए, आपके विचारों और मनों को परमेश्वर के हाथों में हवाला कर दो. സമയം പോകുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. और मैं समय के कमी की वजह से जल्दी आगे की ओर बढ़ता हूँ. रोमियों के पत्री 12वीं अध्याय उसकी पहली वचन में हमारे मनों को इस प्रकार रूपांतर करते हुए उस पर भरोसा रखना है. ആ മൂന്നാമത് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നമ്മൾ ഉണ്ടാകണം. और तीसरी बात है परमेश्वर की उस मन हमारे अंदर होना चाहिए, उसकी भावना हमारे अंदर. 2-5 വാക്യത്തിൽ കാണുവാൻ കഴിയും. ഫിലിപ്പിയർ 2:5 അത് കാണുവാനായിട്ട് സാധിക്കും. फिलिपियों की पत्री 2री अध्याय उसकी 5वीं वचन में उस बातों को हम देख सकते हैं. അത് ക്രിസ്തുവിന്റെ ചിന്തയിൽ നാം നിറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. मसीह के विचारों के द्वारा हम भरपूर होना चाहिए. പത്രോസ് പറയുകയാണ്, 1 പത്രോസ് 4:1, അതേ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം. और प्रेरित पत्रोस के पहला पत्री 4th अध्याय उसकी वचन में कहते हैं कि यीशु मसीह भी जिस प्रकार कष्ट सहा है उसी प्रकार आपको भी उस हथियारों को पहनना है. ക്രിസ്തുവിന്റെ ഭാവം കഷ്ടപ്പെടുന്ന ഭാവമായിരുന്നു. यीशु मसीह का जो भावना था वो दर्द सहन करने की भावना थी. അതിന് ആയുധമായി നാം ധരിച്ചു കൊള്ളണം.
രക്ഷിക്കപ്പെട്ടവര് പോലും ഹൃദയം പുതുക്കാതെ ജീവിക്കുന്നു, പഴയ ജഡിക ചിന്തയിലായിരിക്കുന്നത് കാണുവാൻ കഴിയും. और उस बातों को हम हथियार के रूप में पहना चाहिए। उद्धार पाए हुए लोग भी इस प्रकार शारीरिक अवस्था में जीते हुए हम देख सकते हैं। അത് നമ്മുടെ ഭാവം ദൈവത്തിലുള്ളതായ ഭാവമായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. हमारे भावनाएं जो है वो परमेश्वर के ऊपर निर्भर होने वाली भावनाएं होना अति आवश्यक है। അത് നാലാമതായിട്ട് നാം വായിക്കുന്നത് അത് കാണുവാൻ കഴിയുന്ന ആത്മാവിന്റെ ചിന്തയെ നാം ധരിക്കണം. चौथी बात हम देखते हैं कि आत्मा की उस विषयों के बारे में हमें विचार करना है। ആ റോമാലേഖനം 8-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. रोमियों के पत्री 8वें अध्याय उसकी 27वें वचन में हम पढ़ते हैं, और मनों को जांचने वाला जानता है कि आत्मा की मनसा क्या है, क्योंकि वह पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता है। അത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും समाधानവും തന്നെ. रोमियों की पत्री 8वें अध्याय उसकी 5 और 6 वचन में हम पढ़ते हैं, क्योंकि शारीरिक व्यक्ति शरीर की बातों पर मन लगाते हैं, परंतु आध्यात्मिक आत्मा की बातों पर मन लगाते हैं। शरीर पर परंतु आत्मा पर मन लगाना जीवन और शांति है। ആകയാൽ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിച്ച് അതേ ആനന്ദിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. और इस कारण पवित्र आत्मा की भरपूरी से अन्य भाषाओं में बात करना और आनंद मनाना बहुत जरूरी है। അപ്പോൾ നമ്മുടെ ചിന്തയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കും. और उन समयों में हमारे विचारों में पवित्र आत्मा की भरपूरी हम पा सकेंगे। അപ്പോസ്തലപ്രവൃത്തി 1:8 നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയയിലും അതേ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. प्रेरितों का काम 8 अध्याय उसकी 8वीं वचन में पढ़ते हैं, परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे और यरूशलेम और सारे यहूदिया और समरिया में और पृथ्वी के चोर तक मेरे गवाह होंगे। അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പോലും സാക്ഷിയോടുകൂടെ പ്രസംഗിച്ചാൽ മാത്രമേ അത് ബലമുള്ളതായി തീരുകയുള്ളൂ. और हम जानते हैं कि सुसमाचार की घोषणा जब करते हैं तब गवाही के साथ जब वो उसकी प्रचार करते हैं तभी वो सामर्थी बनता है। അതേ പിശാചിന്റെ പരീക്ഷകളോട് എതിർത്തുന്ന ജയം വരിക്കുവാനായി സാക്ഷ്യമുള്ള ജീവിതം ആവശ്യമായിരിക്കുന്നു. शैतान के उस परखने की अवस्थाओं को, सारे परीक्षाओं को विरुद्ध खड़ा रहकर हमें विजेता प्राप्त करना है, तो गवाही रूप एक अच्छे गवाही वाला जिंदगी जीना जरूरी है। വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിച്ച ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. और हम प्रकाशित वाक्य उसकी 12वीं अध्याय उसकी 11वीं वचन में पढ़ते हैं, और वे मेमने के लहू के कारण अपनी गवाही के वचन के कारण उस पर जयवंत हुए। ഇപ്പോൾ നമ്മുടെ ചിന്തകളൊക്കെയും ദൈവത്തിന് ഹിതകരമായി തീർന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ച് ശത്രുവിനെ ജയം വരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. और इस कारण परमेश्वर हमें सहायता करे कि हमारे विचार जो है वो सब ईश्वरीय हो जाए, और दुश्मन को हम ललकारते हुए उसके विरुद्ध खड़ा रहते हुए अच्छे गवाही बनते हुए हम आगे की ओर बढ़े। ആ തീമോഥെയോസിന്റെ ലേഖനത്തിന് മറ്റു പല കാര്യങ്ങള് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സമയം ഇവിടെ തീരുന്നത് കൊണ്ട് നിർത്തുന്നു. ഇതിന് സാവകാശം ഒരുക്കിയ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും സഭയോടും തന്നെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും अनुग्रहिकुमारागते। तीमुथियुस की पत्री में से और भी अन्य बातों को कहने के लिए मुझे इच्छा थी, मगर समय की कमी के कारण मैं यहाँ रोकता हूँ। समय दिया हुआ, मौका दिया हुआ पासवान और कलीसिया के हर एक भाई बहनों को फिर एक बार धन्यवाद करता हूँ। परमेश्वर आप सबको भरपूर से आशीष करे।